ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം ലഭിച്ചപ്പോൾ ഭാവിയെക്കുറിച്ച് ഏറെ പ്രതീക്ഷകൾ വെച്ച താമരപ്പൂവിന് 18 മാസം പിന്നിട്ട് തെരഞ്ഞെടുപ്പ് ഫലത്തിന് ചൂടടിച്ചപ്പോൾ വാട്ടം നേരിട്ടത് ഹിന്ദുരാഷ്ട്രമെന്ന സ്വപ്ന സാമ്രാജ്യത്തിനാണ്. വർഗീയത ചേരി തണ്ടും താഴ്ത്തി വിടർന്ന് പരിലസിക്കാന്ന് സ്വപ്നം കണ്ട പൂവിന്റെ ഗതി ആട് കടിച്ചതുപോലെ ആയല്ലോ എന്റെ ആശാനെ. നാഗപ്പൂരിലെ സമന്വയ ബൈടെക്കിൽ ചവിട്ടിക്കൂട്ടിയ വളമിട്ട് ഈ രാജ്യം മുഴുവൻ ഒരു താമരക്കുളമാക്കാമെന്നുള്ള ഫാസിസ്റ്റ് വരട്ട് തത്വവാദം ഇനിയെങ്കിലും അവർ ഉപേക്ഷിക്കൂടാ വർക്കി. ഇക്കാര്യത്തിൽ ഞാൻ എന്നെ അടവ് പഠിപ്പിച്ച ആശാനോടൊപ്പമായിരിക്കും. താമരപ്പൂവും അത് നിൽക്കുന്ന ചേറ് വെള്ളവും ആൾക്കാർ തിരിച്ചറിഞ്ഞു തുടങ്ങി എൻ്റെ ആശാനെ. ആശാന ശിഷ്യനും കൂടി കയ്യിലിരിക്കുന്ന തുരുമ്പ് പിടിച്ച പിച്ചാത്തി കൊണ്ട് പോറിക്കാമെന്ന് കരുതിയാൽ നടക്കിട്ടില്ലോക്കി. ഇതിലും വലിയ തീക്കാറ്റടിച്ചിട്ടും വാടാത്ത പൂവാ തീപ്പെട്ടിക്കൊള്ളി ചൂടിൽ വാടാൻ പോകുന്നത്. എത്ര പൊള്ളിയാലും പാഠം പഠിക്കാത്തവരെ ചൂടിന്റെ രസതന്ത്രം പഠിപ്പിക്കാൻ നോക്കുന്ന ആശാന ശിക്ഷണം വേണം പറയാൻ. ഡൽഹിയിൽ തോറ്റപ്പോൾ UP-യിൽ കാണാമെന്ന് വെല്ലുവിളിച്ചവർ ഇനി ബീഹാറിൽ കാണാമെന്ന് പറയും. UP-യിലെ പരാജയം നിങ്ങൾ ഇത്രയ്ക്കും ഗൗരവത്തോടെ കാണേണ്ട കാര്യമില്ല ബാച്ചുള്ളേ. അവിടെ ഞങ്ങൾ ആരും ഞങ്ങളുടെ ചിഹ്നത്തിലല്ല മത്സരിച്ചത്. അതുകൊണ്ട് ഈ പരാജയം ഞങ്ങളുടെ രാഷ്ട്രീയ പരാജയമായി കരുതേണ്ട കാര്യവുമില്ല. അവിടെ ജയിച്ചായിരുന്നെങ്കിൽ നിങ്ങൾ ഇത് പറയുമായിരുന്നോ നേതാവേ? എന്തായാലും നിങ്ങൾ ദത്തെടുത്ത ജയ്പൂരിലെങ്കിലും ഒന്ന് ജയിക്കാമായിരുന്നു. തല്ലാനും കൊല്ലാനും ആയിരുന്നെങ്കിൽ എനിക്കും എൻ്റെ ശിഷ്യനും ജയ്പൂറും വാരണാസിയും വെറും ലക്നൗ ആയനെ. ചുമ്മാ ആസ്ഥാനത്ത് വെടി പൊട്ടിക്കല്ലേ ആശാനെ. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കളിക്കുന്ന ഗോദായിൽ ഗുസ്തി പിടിക്കാനുള്ള അടവൊന്നും നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ. നീ പേടിക്കൊന്നും വേണ്ട വർഗി. നമ്മുടെ പ്രധാനമന്ത്രി എപ്പോഴും ഫ്ലൈറ്റ് മോഡിലാ. ഫ്ലൈറ്റ് മോഡിൽ നിന്നും ഫൈറ്റ് മോഡിലേക്ക് പോരെ. നിന്റെ ഒരു എല്ലായിടത്തും മാറ്റാമതര മാതാ. അതുകൊണ്ടേ നീ കൂടുതൽ കളിക്കാൻ നോക്കണ്ട. ഇത് തന്നെയാ നേതാവ് ഞങ്ങൾക്കും പറയാനുള്ളത്. ഇനിയും കളിച്ചാലേ പ്രബുദ്ധരായ ജനങ്ങൾ കളിപ്പിക്കാൻ തുടങ്ങും. കളിക്കുള്ള സമ്മാനമാ ഈ ഡൽഹിയിലും ഉത്തർപ്രദേശിലും ഇനി ബീഹാറിലും കിട്ടാൻ പോകുന്നത്. ഹിന്ദു രാഷ്ട്രം മുളപ്പിക്കാനുള്ള വിത്തുകളെല്ലാം നേതാവിന്റെ മടിയിൽ തന്നെ തിരികുന്നതാ നല്ലത്. എന്റെ പൊന്നു മാത്ത, നീ ഇങ്ങനെ കളിക്കാൻ തുടങ്ങിയ നേതാവ് ചുറ്റിപ്പോകത്തേ ഉള്ളൂ. മാത്രം കുറച്ച് കളക്കട്ടെ ആശാനെ. മതനിരപേക്ഷതയെയും മതന്യൂനപക്ഷങ്ങളെയും നേതാവിന്റെ ആൾക്കാർക്ക് വെട്ടി നിർത്താമെങ്കിൽ വർഗീയ ഫാസിസ്റ്റുകളെ കളിക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ല ആശാനെ. കുഴപ്പങ്ങളെ ഭയക്കുന്നവരല്ല ഈ ആശാനും ശിഷ്യനും. എന്തായാലും ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ ഈ കപട മതേതരത്വവാദികളുടെ കിളക്കൽ അവസാനിച്ചോളും വർക്കി. മേക്ക് ഇൻ ഇന്ത്യ മേക്ക് ഇൻ ബീഹാറായി പ്രതികരിക്കുമോ നേതാവേ? മേക്കിംഗ് ഇന്ത്യയുടെ പേരിൽ ഇതുവരെ കിട്ടിയ തല്ല് പോരെ, ഇനി ബീഹാറിലും പോയി തല്ല് വാങ്ങിക്കണോ?